ഹോസ്പിറ്റൽസ് കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജില്ലയിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചതോടെ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. പോളിംഗ് ശതമാനം ഉയർന്നത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിൽ മുന്നണികൾ. കണ്ടശാങ്കടവിൽ പോളിംഗ് ബൂത്തിൽ കയറി അതിക്രമം നടത്തിയ UDF സ്ഥാനാർത്ഥി TN പ്രതാപനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് BJP സ്ഥാനാർത്ഥി KK അനീഷ് കുമാർ കളക്ടർക്ക് പരാതി നൽകി. നടപടി ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് അനീഷ് കുമാർ. സംസ്ഥാനത്ത് സ്ത്രീ വോട്ടർമാരുടെ പോളിംഗ് കണക്കിൽ റെക്കോർഡ്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വോട്ട് ചെയ്തത് മണലൂർ മണ്ഡലത്തിൽ. കേച്ചേരി തലക്കോട്ടുകരയിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷകൾ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരന് ദാരുണാന്ത്യം. അമ്പലപുരം സ്വദേശി മുഹമ്മദാണ് മരിച്ചത്. പാലപ്പള്ളി പുലിക്കണ്ണിയിൽ കാട്ടാനിറങ്ങി സോളാർ വേലി തകർത്തു. ടവർ പരിസരത്തെ വനാതിർത്തിയിൽ സ്ഥാപിച്ച സോളാർ വേലിയാണ് ആന തകർത്തത്. ചന്ദ്രാപിന്നി മേഖലയിൽ ജല അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 5 മാസം. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ. മറ്റത്തൂർ വാസുപുരത്ത് ജലസേചന വകുപ്പിന്റെ ക്വാർട്ടേഴ്സ് നശിക്കുന്നു. കെട്ടിടത്തിന്റെ ഓടുമെഞ്ഞ മേൽക്കൂര ഏതു സമയവും നിലംപൊത്താവുന്ന അവസ്ഥയിൽ. വാർത്തകളിലേക്ക് വിശദമായി. ജില്ലയിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചതോടെ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. പോളിംഗ് ശതമാനം ഉയർന്നത് ഗുണകരമാകുമെന്നാണ് മുന്നണികളുടെ പ്രതീക്ഷ. SIR-ന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പായതിനാൽ കണക്കുകൂട്ടലുകൾ ശരിയാകുമോ എന്ന കാര്യത്തിലാണ് ആശയക്കുഴപ്പം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ 75% പോളിംഗ്. എന്നാൽ ഇത്തവണ പോളിംഗ് ശതമാനം 77 കടന്നു. ജില്ലയിൽ പോളിംഗ് ശതമാനം ഈ വിധം ഉയരുന്നത് അനുകൂലമാകുമെന്നാണ് മുന്നണികളുടെ കണക്കുകൂട്ടൽ. SIR-ന് ശേഷം പുറത്തിറങ്ങിയ വോട്ടർ പട്ടികയിൽ 1.5 ലക്ഷം വോട്ടുകൾ ജില്ലയിലെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. പോളിംഗ് ശതമാനം ഉയർന്നത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് UDF-ന്റെ കണക്കുകൂട്ടൽ. ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ 1 സീറ്റ് മാത്രമാണ് UDF-ന് ലഭിച്ചത്. ഇത്തവണ ചുരുങ്ങിയത് 7 സീറ്റെങ്കിലും പിടിക്കാൻ കഴിയുമെന്നാണ് UDF-ന്റെ വിലയിരുത്തൽ. ഞങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. തീർച്ചയായും ഒരു അട്ടിമറി വിജയം തന്നെ ഞങ്ങളെ സംബന്ധിച്ച് തൃശ്ശൂരിലുണ്ടാകും. കഴിഞ്ഞ 10 വർഷക്കാലമായി ഞങ്ങൾക്ക് ഓരോ MLA-മാരാണ് ലഭിച്ചിരുന്നത്. അന്ന് ഇടതുപക്ഷത്തിന് ഗുണകരമായ ചില ഘടകങ്ങളുണ്ടായിരുന്നു. തീർച്ചയായും ആ ഘടകങ്ങളൊക്കെ ഈ പ്രാവശ്യം UDF-ന് അനുകൂലമായി മാറുകയാണ്. ബൂത്തുകളിൽ നിന്ന് ലഭിച്ച കണക്കുകൾ അനുസരിച്ച് ഓരോ മണ്ഡലങ്ങളിലെയും സ്ഥിതി വിലയിരുത്തി വരികയാണ് മുന്നണികൾ. ജില്ലയിൽ കഴിഞ്ഞ തവണത്തെ വിജയം ഇത്തവണയും ആവർത്തിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF നേതൃത്വം. എന്തുകൊണ്ടും LDF-ന് തുടർ ഭരണം ലഭ്യമാക്കാൻ കഴിയുന്ന അത്ര എണ്ണം ഈ ജില്ലയിൽ നിന്ന് ഏറ്റവും മാക്സിമം ഉണ്ടാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. തൃശൂർ, മണലൂർ, നാട്ടിക മണ്ഡലങ്ങളാണ് BJP പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. ഇവിടെ പോളിംഗ് ശതമാനം ഉയർന്നത് തങ്ങൾക്ക് ഗുണകരമാകുമെന്ന് BJP-യും വിലയിരുത്തുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ശ്രീ സുരേഷ് ഗോപി MP വിജയിച്ചിട്ടുള്ള ഒരുപാട് മണ്ഡലം, 6ഓളം മണ്ഡലങ്ങളുണ്ട്. ഈ മണ്ഡലങ്ങളിലെല്ലാം നല്ല മത്സരം നടക്കുകയാണ്. ഇവിടെയെല്ലാം വിജയിക്കുമെന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ തികച്ചും വലിയ വിജയ പ്രതീക്ഷയിലാണ്. TCV തൃശൂർ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് അനുസരിച്ച് ജില്ലയിൽ പോളിംഗ് 77.11% രേഖപ്പെടുത്തി. ജില്ലയിലെ 13 മണ്ഡലങ്ങളിലും മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് ഒല്ലൂർ മണ്ഡലത്തിലാണ്. 79.6% പോളിംഗ്. പുതുക്കാട് മണ്ഡലമാണ് തൊട്ടുപിന്നിൽ. 78.98% പോളിംഗ്. ചേലക്കര 78.89, കുന്നംകുളം 77.13, ഗുരുവായൂർ 73.31, മണലൂർ 75.89, വടക്കാഞ്ചേരി 79.61, തൃശൂർ 75.70, നാട്ടിക 76.38, കയ്പമംഗലം 77.07, ഇരിങ്ങാലക്കുട 76.86, പുതുക്കാട് 78.98, ചാലക്കുടി 75.55, കൊടുങ്ങല്ലൂർ 77.57 എന്നിങ്ങനെയാണ് പോളിംഗ് ശതമാനം.
പോളിംഗ് ബൂത്തിനുള്ളിൽ കയറി അതിക്രമം നടത്തിയതിന് മണലൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് BJP സ്ഥാനാർത്ഥി KK അനീഷ് കുമാർ കളക്ടർക്ക് പരാതി നൽകി. കണ്ടശാങ്കടവിൽ പ്രതാപനും കൂട്ടരും വോട്ടിംഗ് തടസ്സപ്പെടുത്തിയാണ് BJPയുടെ ബൂത്ത് ഏജന്റിനെ ആക്രമിച്ചത്. ഇക്കാര്യങ്ങൾ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്നാൽ പ്രതാപൻ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അക്രമികളെ രക്ഷപ്പെടുത്തി മർദ്ദനമേറ്റയാളെ പ്രതിയാക്കാനാണ് ശ്രമം. മദ്യപിച്ചെന്ന് വരുത്താൻ BJPയുടെ ബൂത്ത് ഏജന്റിനെ 2 ആശുപത്രികളിൽ പരിശോധിപ്പിച്ചു. വ്യാജ മെഡിക്കൽ റിപ്പോർട്ട് നൽകാൻ ആലപ്പാട് ആശുപത്രി ഡോക്ടറിൽ പോലീസ് സമ്മർദ്ദം ചെലുത്തി. കളക്ടർക്ക് നൽകിയ പരാതിയിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും അനീഷ് കുമാർ അറിയിച്ചു. പോലീസ് ഓഫീസർമാര് അതുപോലെ തന്നെ അവിടുത്തെ പോളിംഗ് ഓഫീസർമാര് അവരൊക്കെ തന്നെ പ്രതാപൻ ഉൾപ്പെടെയുള്ള ഈ അക്രമകാരികളോട് ഇതിന്റെ ഉള്ളിൽ അക്രമം പാടില്ല എന്ന് അവര് പറയുന്ന സമയത്ത് അവരെയൊക്കെ തള്ളി മാറ്റി ബൂത്തിന്റെ ഉള്ളിൽ കയറിയിട്ടാണ് ഈ അക്രമം മുഴുവൻ നടത്തുന്നത്. കാപട്യക്കാരനായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ തെറ്റായിട്ടുള്ള നരേഷനാണ് കൊടുത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു. ഇതെല്ലാം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അയോഗ്യനാക്കപ്പെടാൻ മതിയായ കുറ്റമാണ് പ്രതാപൻ ചെയ്തിട്ട്. നീതി നടപ്പാക്കേണ്ട പോലീസ് അക്രമികളെ സംരക്ഷിച്ച് ഇത്രയും സമയം കഴിഞ്ഞിട്ട് പോലീസ് മൊഴിയെടുക്കാനോ പ്രതികളെ പിടിക്കാനോ തയ്യാറായിട്ടില്ല. ഈ സമാധാനം പുലർത്തുന്നത്, സംയമനം കാണിക്കുന്നത് ബലഹീനതയായിട്ട് പ്രതാപനും ഗുണ്ടകളും തെറ്റിദ്ധരിക്കേണ്ട എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കേരളത്തിൽ സ്ത്രീ വോട്ടർമാരുടെ പോളിംഗ് കണക്കിൽ റെക്കോർഡ്. സംസ്ഥാനത്ത് സ്ത്രീ വോട്ടർമാരുടെ ഏറ്റവും ഉയർന്ന പോളിംഗ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തി. ആകെയുള്ള സ്ത്രീ വോട്ടർമാരിൽ 81.19% പേർ വോട്ട് ചെയ്തു. പുരുഷ വോട്ടർമാരുടേത് 75.19% മാത്രമാണ്. ജില്ലയിൽ 19,53,064 പേരാണ് ആകെ വോട്ട് രേഖപ്പെടുത്തിയത്. ഇതിൽ 9,89,014 പുരുഷന്മാർ വോട്ട് ചെയ്തപ്പോൾ 10,44,141 സ്ത്രീകളും വോട്ട് ചെയ്തു. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വോട്ട് രേഖപ്പെടുത്തിയത് മണലൂർ മണ്ഡലത്തിലാണ്. 91,629 സ്ത്രീകളാണ് വോട്ട് ചെയ്തത്. തൊട്ടു പിന്നിൽ ഗുരുവായൂരാണ്. 90,651 സ്ത്രീകൾ ഗുരുവായൂരിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. മുന്നണികളുടെ വാഗ്ദാനങ്ങളും ക്ഷേമ പദ്ധതികളും മുതൽ രാഷ്ട്രീയ കാരണങ്ങളും സ്ത്രീകൾ കൂട്ടത്തോടെ ബൂത്തിലെത്താൻ ഇടയാക്കിയെന്നാണ് വിലയിരുത്തൽ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ വോട്ടർമാരുടെ പോളിംഗ് ശതമാനം 73.94 ആയിരുന്നു. ന്യൂസ് ഡെസ്ക് TCV. കേച്ചേരി തലക്കോട്ടുകരയിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷകൾ ബൈക്കിലും സ്കൂട്ടറിലും ഇടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ചു. അമ്പലപുരം സ്വദേശി കിണറുമാക്കൽ വീട്ടിൽ അബ്ദുൾ റഹ്മാന്റെ മകൻ 52 വയസ്സുള്ള മുഹമ്മദാണ് മരിച്ചത്. അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവർ ചേലക്കര കൊണ്ടാഴി സ്വദേശി പ്രവീൺ, യാത്രക്കാരായ തങ്കം, അനയ് എന്നിവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സ്കൂട്ടർ യാത്രിക വേലൂർ സ്വദേശിനി വന്ദനയെ അമല ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അപകടത്തിൽപ്പെട്ട CNG ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ ചാവക്കാട് മണത്തല സ്വദേശി അഷ്കറിനും പരിക്കേറ്റിട്ടുണ്ട്. കേച്ചേരി ഭാഗത്തുനിന്നും വന്നിരുന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് എതിരെ വന്ന CNG ഓട്ടോയിലും സ്കൂട്ടറിലും ബൈക്കിലും ഇടിക്കുകയായിരുന്നു. അപകടത്തിന്റെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ ബൈക്ക് യാത്രികന് നേരെ ഇടിച്ചു കയറുകയായിരുന്നു. കുന്നംകുളം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. വടക്കാഞ്ചേരി അങ്കമാലിയിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി കഴിഞ്ഞ് തിരികെ മടങ്ങിയ പ്രിസൈഡിംഗ് ഓഫീസറുടെ കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലേക്കും മൺപാത്രക്കടയിലേക്കും ഇടിച്ചു കയറി. കാർ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അത്താണി മീണാലൂർ കൊച്ചുപറമ്പിൽ വീട്ടിൽ ബിജു ജോർജ് ഓടിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. പാലക്കാട് നിന്നും തൃശൂരിലേക്കുള്ള യാത്രക്കിടയിലാണ് അപകടമുണ്ടായത്. പാലക്കാട് മുണ്ടൂർ പ്രിസൈഡിംഗ് ഓഫീസറായിരുന്ന ബിജു ജോർജ് ഇലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെ വരുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട കാർ മതിലിടിച്ചാണ് നിന്നത്. അപകടത്തെ തുടർന്ന് മേഖലയിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ സന്ദേശം. ഭക്ഷ്യ ഉത്പാദനം, സംഭരണം, വിതരണം, വിൽപ്പന തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാ ഭക്ഷ്യ വ്യാപാര സ്ഥാപനങ്ങളും നിർബന്ധമായും FSSAI രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് കരസ്ഥമാക്കണം. പൊതുജനങ്ങൾ ഉത്സവങ്ങൾ, മേളകൾ സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കൃത്രിമ നിറങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന ചോക്കുമിഠായി, പഞ്ഞുമിഠായി, ലോലിപോപ്പ് എന്നിവ ഒഴിവാക്കുക. എണ്ണയിൽ തയ്യാറാക്കിയ പലഹാരങ്ങൾ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു വാങ്ങുന്നത് ഒഴിവാക്കുക. സുരക്ഷിതമായി ആഘോഷിക്കൂ. സുരക്ഷിതമായ ഭക്ഷണം തിരഞ്ഞെടുക്കൂ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, തൃശൂർ. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center.
ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. Tulips, every beauty solution under a single umbrella. ഹായ്, വിഷു ഒക്കെ അല്ലേ വരുന്നത്? നമ്മുടെ ടുലിപ്സിൽ പുതിയ കുറെ ഓഫേഴ്സ് വന്നിട്ടുണ്ട്. ഏതൊക്കെയാണല്ലേ? ടുലിപ്സിൽ വന്ന് ഏത് ഹെയർ സ്പാ ചെയ്ത് കഴിഞ്ഞാലും ഡീറ്റ് ആൻഡ് പാക്ക് ഫ്രീ ആയിരിക്കും. അത് മാത്രമല്ല, പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്ത് കഴിഞ്ഞാലും ഡീറ്റ് ആൻഡ് പാക്ക് ഫ്രീ ആയിരിക്കും. അപ്പൊ ഈ ഓഫേഴ്സ് ആരും മിസ്സാക്കണ്ട. എത്രയും പെട്ടെന്ന് ടുലിപ്സിലേക്ക് വന്നോളൂ. Tulips, every beauty solution under a single umbrella. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വീണ്ടും വാർത്തകളിലേക്ക്. പാലപ്പള്ളി പുലിക്കണ്ണിയിൽ കാട്ടാനിറങ്ങി സോളാർ വേലി തകർത്തു. പുലിക്കണ്ണി ടവർ പരിസരത്തെ വനാതിർത്തിയിൽ സ്ഥാപിച്ച സോളാർ വേലിയാണ് ആന തകർത്തത്. സംഭവം പറഞ്ഞ നാട്ടുകാർ വിവരം വനംവകുപ്പ് അധികൃതരെ അറിയിച്ചുവെങ്കിലും രാത്രിയിൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയില്ലെന്ന് ആക്ഷേപമുണ്ട്. മേഖലയിലെത്തിയ ആന വെള്ളിയാഴ്ച പുലർച്ചെയാണ് കാട്ടിലേക്ക് പോയതെന്ന് നാട്ടുകാർ പറയുന്നു. ആന തകർത്ത സോളാർ വേലി അധികൃതർ അറ്റകുറ്റപ്പണി നടത്തി പുനഃസ്ഥാപിച്ചു. ചന്ദ്രാപിന്നി മേഖലയിൽ ജല അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 5 മാസം. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ. എടത്തിരുത്തി 10-ാം വാർഡ് നേതാജി റോഡ് പരിസരത്തെ വീടുകളിലേക്കുള്ള കുടിവെള്ള വിതരണമാണ് നിലച്ചിരിക്കുന്നത്. നാട്ടിക ഫർക്ക ശുദ്ധജല പദ്ധതി പ്രകാരമാണ് ഈ മേഖലയിൽ കുടിവെള്ളം എത്തിക്കുന്നത്. ചന്ദ്രാപിന്നിയിൽ ദേശീയപാതയോരത്ത് 200 mm വിതരണ പൈപ്പ് പൊട്ടിയതാണ് കുടിവെള്ള വിതരണം മുടങ്ങാൻ കാരണം. 5 മാസം മുൻപ് പൊട്ടിയ പൈപ്പ് 2 തവണ കരാറുകാരെത്തി ചോർച്ച അടച്ചിരുന്നു. എന്നാൽ വെള്ളം പമ്പ് ചെയ്യുന്നതോടെ വീണ്ടും പൈപ്പ് പൊട്ടുകയായിരുന്നു. ഇതോടെ പ്രദേശത്തെ 60ഓളം വീടുകളിലെ കുടിവെള്ള വിതരണം തടസ്സപ്പെടുകയായിരുന്നു. കുടിവെള്ളമില്ലാതായതോടെ പഞ്ചായത്തിന്റെ കീഴിലുള്ള വാട്ടർ കിയോസ്കുകളിൽ നിന്നും ബന്ധുവീടുകളിൽ നിന്നും മറ്റുമാണ് പ്രദേശവാസികൾ കുടിവെള്ളം ശേഖരിക്കുന്നത്. 5 മാസമായിട്ടും പ്രശ്നം പരിഹരിക്കാത്തതിനെ തുടർന്ന് വോട്ട് ബഹിഷ്കരിക്കുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നിട്ടും നടപടി ഒന്നും ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. 5-5.5 മാസത്തോളം ഇവിടെ വെള്ളം ഇല്ലാണ്ടിരിക്കുന്നു. വോട്ടെടുപ്പായിട്ട് എല്ലാവരും വന്നിരുന്നു, എല്ലാ പാർട്ടിക്കാരും വന്നിരുന്നു. എല്ലാ പാർട്ടിക്കാരോടും ഞങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞൊരു വിഷയമാണ് ഇപ്പോൾ വരാൻ പോണത്. അതിനൊരു തുള്ളി വെള്ളമില്ല. ഞങ്ങൾ അതുകൊണ്ട് ഇവിടുന്ന് കുറേ വീട്ടുകാർ വോട്ടും ചെയ്തിട്ടില്ല പ്രാവശ്യം. 10-60 കുടുംബങ്ങൾ വെള്ളം കിട്ടിയിട്ട് 4-5 മാസക്കാലത്തോളമായി. ഇന്നലെ തെരഞ്ഞെടുപ്പായിരുന്നു, ഇന്നലെ നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു. അവരെ പ്രതിഷേധം നോണം. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളെ മൗലികാവകാശവും പൗരാവകാശവുമാണ് വോട്ടവകാശം. ആ വോട്ട് പോലും ഇന്നലെ ഒരു പ്രദേശത്തെ 60ഓളം കുടുംബങ്ങൾ ബഹിഷ്കരിക്കേണ്ടായിരുന്നു. ഇതെല്ലാം വാട്ടർ അതോറിറ്റിനെ അറിയിച്ചിട്ട് യാതൊരു നടപടി സ്വീകരിക്കുന്നില്ല. TCV കയ്പമംഗലം. മറ്റത്തൂർ വാസുപുരത്ത് ജലസേചന വകുപ്പിന്റെ ക്വാർട്ടേഴ്സ് നശിക്കുന്നു. ഇതോടനുബന്ധിച്ചുള്ള 20 സെന്റ് ഭൂമിയും കാട് പിടിച്ച നിലയിലാണ്. ചാലക്കുടി ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായി 1956-ൽ മറ്റത്തൂർ ജലസേചന കനാൽ നിർമ്മിക്കപ്പെട്ടപ്പോൾ ജീവനക്കാർക്ക് താമസിക്കാനായി സ്ഥാപിച്ചതാണ് ഈ ക്വാർട്ടേഴ്സ്. പിന്നീട് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ കീഴിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നപ്പോൾ കാഡയുടെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് ഈ കെട്ടിടത്തിലായിരുന്നു. ക്വാർട്ടേഴ്സിനോട് ചേർന്ന് 70 വർഷത്തിലേറെ പഴക്കമുള്ള കിണറും കാട് മൂടിക്കിടക്കുന്നുണ്ട്. അടിത്തട്ടിൽ നെല്ലിപ്പലകകൾ വിരിച്ച അപൂർവം കിണറുകളിൽ ഒന്നാണിത്. ഈ കെട്ടിടത്തിന്റെ മുറ്റത്ത് നേരത്തെ മഴമാപിനിയും ഉണ്ടായിരുന്നു. കാഡ ഓഫീസ് നിർത്തലാക്കിയ ശേഷം കുറച്ചുകാലം തെരഞ്ഞെടുപ്പ് കാലത്ത് പോളിംഗ് സ്റ്റേഷനായി ഈ കെട്ടിടം ഉപയോഗിച്ചിരുന്നു. എന്നാൽ 1.5 പതിറ്റാണ്ടോളമായി കെട്ടിടം അവഗണനയിലാണ്. ഇതോടനുബന്ധിച്ചുള്ള ചുറ്റുമതിൽ കെട്ടിയ സ്ഥലത്തേക്കും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല. കെട്ടിടത്തിന്റെ ഓടുമേഞ്ഞ മേൽക്കൂര ജീർണിച്ച് ഏതു സമയവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. ഈ സ്ഥലം ഏതെങ്കിലും പൊതുസ്ഥാപനത്തിനായി ഉപയോഗിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. TCV കൊടകര. ടോൾ പ്ലാസകളിൽ ഇനി മുതൽ ഡിജിറ്റൽ ഇടപാടുകൾ മാത്രം. ഇത് സംബന്ധിച്ച നിയമം പ്രാബല്യത്തിൽ വന്നു. പുതിയ നിയമപ്രകാരം എല്ലാ ടോൾ ഇടപാടും ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ മാത്രമേ നടത്താൻ സാധിക്കൂ. ഫാസ്ടാഗ് വഴിയായിരിക്കും പണമടയ്ക്കേണ്ടത്. ഫാസ്ടാഗ് ഇല്ലാത്തവർക്ക് UPI വഴിയോ മറ്റ് ഡിജിറ്റൽ മോഡ് വഴിയോ പണമടയ്ക്കാം.
ടോൾ പ്ലാസകളിലെ തിരക്ക് കുറയ്ക്കാനും യാത്രാസമയം ലാഭിക്കാനുമാണ് പുതിയ നീക്കം. പെരിന്തൽമണ്ണയിൽ തെരഞ്ഞെടുപ്പ് ജോലികൾക്കിടെ ബൂത്ത് ലെവൽ ഓഫീസറെ കയ്യേറ്റം ചെയ്ത പോലീസ് നടപടിയിൽ BLOമാർ പ്രതിഷേധിച്ചു. ഏങ്ങണ്ടിയൂർ വില്ലേജ് ഓഫീസിനു മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ BLOമാരായ ജിൻഡോ ജോസഫ് കെ, വിദ്യാസാഗർ, മണികണ്ഠൻ, അബിനി, ഷീജ എന്നിവർ സംസാരിച്ചു. ചാലക്കുടി പുഴയിലെ പൂവത്തിങ്കൽ കടവിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കിഴക്കമംഗലം തേക്കാനത്ത് വീട്ടിൽ 62 വയസ്സുള്ള അഗസ്റ്റാണ് മരിച്ചത്. ലോട്ടറി വിൽപ്പനക്കാരനായ അഗസ്റ്റിൻ പൂവത്തിങ്കലിലെ വീട്ടിൽ തനിച്ചായിരുന്നു താമസം. ഭാര്യയും മക്കളും കിഴക്കമ്പലത്താണ് താമസം. ഇയാൾ പുഴയിൽ കുളിക്കാൻ പോയതാണെന്ന് കരുതുന്നു. ചാലക്കുടി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. എരുമപ്പെട്ടി കരിയന്നൂർ നഗറിന് മുകളിലായുള്ള കുന്നിൻ മുകളിൽ നടക്കുന്ന മൊബൈൽ ഫോൺ ടവർ നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് എരുമപ്പെട്ടി പഞ്ചായത്ത് സെക്രട്ടറി സ്റ്റോപ്പ് മെമ്മോ നൽകി. 2018 പ്രളയകാലത്ത് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്താണ് ആഴത്തിൽ മണ്ണെടുത്ത് ടവർ നിർമ്മാണം നടത്തുന്നത്. ഇതിനെതിരെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് വാർഡ് മെമ്പർ NK കബീർ പഞ്ചായത്ത് യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചിരുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതേ തുടർന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട് സ്ഥല ഉടമയ്ക്ക് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. പഞ്ചായത്ത് മെമ്പർ NK കബീർ ചെയർമാനും TR ഉദയകുമാർ കൺവീനറും PV സത്യൻ ട്രഷററുമായി ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് വിവിധ സ്ഥലങ്ങളിൽ പരാതി നൽകിയിട്ടുണ്ട്. ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷനിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നു. പലയിടത്തും ചപ്പുചവറുകൾ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടെ വരുന്ന പൊതുജനങ്ങൾക്കും ഓഫീസ് ജീവനക്കാർക്കും കുടിവെള്ളത്തിനായി സ്ഥാപിച്ച കിയോസ്ക് പ്രവർത്തനരഹിതമായി. ഇതിനു ചുറ്റും മാലിന്യ കൂമ്പാരം നിറഞ്ഞു. വിവിധ സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷനിൽ ദിനംപ്രതി 100 കണക്കിന് ആളുകളാണ് വന്നുപോകുന്നത്. ഇരിങ്ങാലക്കുട ഐക്യരക്കുന്നിൽ BJP ബൂത്ത് പ്രസിഡന്റിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ 2 പ്രതികൾ കൂടി അറസ്റ്റിലായി. ആളൂർ കൊറ്റനല്ലൂർ സ്വദേശികളായ പാണ്ടിപ്പറമ്പിൽ വീട്ടിൽ അമൽ, ആലങ്ങാടൻ വീട്ടിൽ അരുൺ എന്നിവരെയാണ് അറസ്റ്റിലായത്. മുഖ്യപ്രതിയായ വേളൂക്കര ഡോക്ടർപടി സ്വദേശി ചെമ്പറത്ത് വീട്ടിൽ സലോഷിനെ നേരത്തെ പിടികൂടിയിരുന്നു. വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ കോലോത്തുംപടി കളത്തേരി വീട്ടിൽ സുരേഷിനെയാണ് പ്രതികൾ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. കണിക്കൊന്നയും കണിവെള്ളരിയും ഒരുക്കി ഒരു വിഷുദിനം കൂടി വരവായി. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ വിഷുദിനാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വീണ്ടും വാർത്തകളിലേക്ക്. വീട്ടുകാർ ചാക്കിലാക്കി നൽകിയ മാലിന്യത്തിൽ നിന്ന് കിട്ടിയ 1 പവനോളം വരുന്ന സ്വർണ്ണമോതിരം അരിമ്പൂരിലെ ഹരിതകർമ്മ സേനാംഗം ഉടമയെ കണ്ടെത്തി തിരിച്ചേൽപ്പിച്ചു. അരിമ്പൂർ പഞ്ചായത്ത് ഹരിതകർമ്മ സേന കൺസോർഷ്യം പ്രസിഡന്റ് രാജി മനോജിനാണ് സ്വർണ്ണമോതിരം മാലിന്യ ചാക്കിലെ ബാഗിൽ നിന്ന് കിട്ടിയത്. വെള്ളിയാഴ്ച ഉച്ചയോടെ അരിമ്പൂർ 17-ാം വാർഡിലെ നിരവധി വീടുകളിൽ നിന്ന് ശേഖരിച്ച മാലിന്യങ്ങൾ മറ്റൊരു ചാക്കിലേക്ക് വേർതിരിച്ചു മാറ്റുന്നതിനിടയിലാണ് ബാഗിൽ സൂക്ഷിച്ച മോതിരം ശ്രദ്ധയിൽപ്പെട്ടത്. മോതിരത്തിൽ പേര് കുത്തിയിരുന്നതിനാൽ ഉടമയെ തിരിച്ചറിയാനായി. കൈപ്പള്ളി സ്വദേശി ചക്കം കുമരകത്ത് സജിത ശ്യാമിൻ്റേതായിരുന്നു മോതിരം. സ്വർണം കിട്ടിയ വിവരം അറിയിച്ചനുസരിച്ച് ഓഫീസിലെത്തിയ സജിത മോതിരം ഏറ്റുവാങ്ങി. പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് വൈസ് പ്രസിഡന്റ് നവ്യ അഖിൽ, അസിസ്റ്റന്റ് സെക്രട്ടറി ജെയിംസ് പീറ്റർ എന്നിവരുടെ സാന്നിധ്യത്തിൽ കൺസോർഷ്യം പ്രസിഡന്റ് രാജി മനോജാണ് ഉടമയ്ക്ക് മോതിരം കൈമാറിയത്. 4 മാസം മുൻപ് കാണാതായ മോതിരം വീട്ടിൽ എല്ലായിടത്തും തിരഞ്ഞിട്ടും കിട്ടാതായപ്പോൾ നഷ്ടപ്പെട്ടുവെന്ന് ഉറപ്പിച്ചതായിരുന്നുവെന്ന് ഉടമ സജിത ശ്യാം പറഞ്ഞു. സരോജിനിയുടെ 71-ാം പിറന്നാൾ ആഘോഷമാക്കി എരുമപ്പെട്ടിയിലെ വിവിധ രാഷ്ട്രീയ പ്രവർത്തകർ.
എരുമപ്പെട്ടി EVS നിവാസിലെ സരോജിനിയുടെ പിറന്നാളാണ് CPM, കോൺഗ്രസ്, BJP പ്രവർത്തകർ ഒത്തുചേർന്ന് കേക്ക് മുറിച്ച് ആഘോഷിച്ചത്. തെരഞ്ഞെടുപ്പ് ചൂടിനിടയിലും രാഷ്ട്രീയ സ്വരച്ചേർച്ചകളെ മാറ്റിവെച്ച് വോട്ടെടുപ്പ് നടക്കുന്നതിനിടയിലാണ് സന്തോഷം പങ്കുവച്ചത്. CPM ബൂത്ത് സെക്രട്ടറി PB ബിബിൻ, കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് നജീബ് കൊമ്പത്തേയിൽ, BJP ബൂത്ത് പ്രസിഡന്റ് AV സുരേഷ് എന്നിവർ ആഘോഷത്തിന് നേതൃത്വം നൽകി. പ്രശസ്ത ആർട്ടിസ്റ്റ് EVS സന്തോഷ് മകനാണ്. പേരാമ്പ്ര ശ്രീനാരായണ ഗുരുചൈതന്യ മഠത്തിൽ ശ്രീനാരായണ കൺവെൻഷനും ധ്യാനവും ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മഹോത്സവവും ഈ മാസം 11 മുതൽ 14 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം വൈകിട്ട് നടക്കും. 12 നടക്കുന്ന മഹാകവി കുമാരനാശാന്റെ 153ാമത് ജയന്തി സമ്മേളനം ചലച്ചിത്ര താരം ദേവൻ ഉദ്ഘാടനം ചെയ്യും. ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. 13 പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടക്കും. വാർത്താ സമ്മേളനത്തിൽ ശിശുപാലൻ ശാന്തികൾ, ആഘോഷ കമ്മിറ്റി ചെയർമാൻ AK ബാബു, ജനറൽ കൺവീനർ നരേന്ദ്രൻ നെല്ലായി, സെക്രട്ടറി കൃഷ്ണൻകുട്ടി പുളിക്കൽ, കൺവീനർ രാജി ചിന്മയൻ എന്നിവർ പങ്കെടുത്തു. കോടാലി KCCP ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ബാലവേദി അവധിക്കാല ക്യാമ്പിന്റെ ഭാഗമായി പ്രസംഗ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ കുമാർ പരിശീലന ക്ലാസ് നയിച്ചു. എഴുത്തുകാരൻ ദാസൻ ചാണാശ്ശേരി, വായനശാല പ്രസിഡന്റ് കവിത ഗിരീഷ്, വൈസ് പ്രസിഡന്റ് PB ജോഷി, ബാലവേദി കോർഡിനേറ്റർ PA രവി, ലൈബ്രറിയൻ രാധാ വിജയൻ, ലിറ്റി ഷോബി, ഹിമ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷൻ 70 വയസ്സ് തികഞ്ഞ മുതിർന്ന വ്യാപാരികൾക്കുള്ള 3ാം ഘട്ട പെൻഷൻ വിതരണം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി TK ഷാജി അധ്യക്ഷത വഹിച്ചു. ട്രഷറർ KJ ശ്രീജിത്ത്, വൈസ് പ്രസിഡന്റ് PK സത്യശീലൻ, സെക്രട്ടറി MS സാജു, PRO രാജീവൻ പിള്ള, കോർഡിനേറ്റർ PR ബാബു, വനിതാ വിംഗ് സെക്രട്ടറി സുപ്രഭ ഉണ്ണികൃഷ്ണൻ, യൂത്ത് വിംഗ് സെക്രട്ടറി പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. ജവഹർ ബാലവിഹാർ സംസ്ഥാന ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 12 വർഷമായി JBV ഫുട്ബോൾ അക്കാദമി നടത്തിവരുന്ന സൗജന്യ അവധിക്കാല ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിന് തുടക്കമായി. 5 വയസ്സ് മുതൽ +2 വരെയുള്ള 128 വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. മാപ്രാണം കിക്ഷാക് ടർഫ് കോർട്ടിൽ നടന്ന സൗജന്യ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ആവണങ്ങാട്ടിൽ കളരിയിലെ അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പ് ഡയറക്ടറും JBV സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റുമായ PB സത്യൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ആൻഡോ തുറയൻ, ഷാഫി കല്ലുംകടവ്, പ്രദീപ്, അഞ്ജന പ്രേംദാസ് എന്നിവർ സംസാരിച്ചു. മോൾഡ് നിർമ്മിച്ച് നൽകിയതിൽ അപാകതകൾ ആരോപിച്ച് ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാരന് 1,25,000 രൂപയും പലിശയും നൽകാൻ വിധി. കൊച്ചിയിൽ മുല്ലശ്ശേരിയിൽ വീട്ടിൽ ജോയി എബ്രഹാം ഫയൽ ചെയ്ത ഹർജിയിലാണ് തൃശൂർ അത്താണിയിലെ കൊച്ചിൻ ഡ്രൈസ് ആൻഡ് മോൾഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടർക്കുമെതിരെ വിധിയായത്. ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി കോടതിയിൽ ഹാജരായി. വരന്തരപ്പള്ളി കൂട്ടോലിപ്പാടത്ത് റോഡരികിൽ മണ്ണ് കൂടിക്കിടക്കുന്നത് അപകട ഭീഷണിയാകുന്നു. റോഡിന്റെ ഒരു വശത്ത് വർഷങ്ങളായി മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നതിനാൽ യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. 2 വലിയ വാഹനങ്ങൾ ഒരേ സമയം കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. വാഹനങ്ങൾ തമ്മിൽ മറികടക്കേണ്ട സാഹചര്യമുണ്ടാകുമ്പോൾ സൈഡിലേക്ക് വഴിയാത്രക്കാർ മാറി നിൽക്കാൻ സ്ഥലമില്ലാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്ത് റോഡിലെ യാത്രാ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ കിഫ്ബിക്ക് പരാതി നൽകി. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,965 രൂപ, പവന് 1,11,720 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജില്ലയിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചതോടെ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. പോളിംഗ് ശതമാനം ഉയർന്നത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിൽ മുന്നണികൾ.
കണ്ടശാങ്കടവിൽ പോളിംഗ് ബൂത്തിൽ കയറി അതിക്രമം നടത്തിയ UDF സ്ഥാനാർത്ഥി TN പ്രതാപനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് BJP സ്ഥാനാർത്ഥി KK അനീഷ് കുമാർ കളക്ടർക്ക് പരാതി നൽകി. നടപടി ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് അനീഷ് കുമാർ. സംസ്ഥാനത്ത് സ്ത്രീ വോട്ടർമാരുടെ പോളിംഗ് കണക്കിൽ റെക്കോർഡ്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വോട്ട് ചെയ്തത് മണലൂർ മണ്ഡലത്തിൽ. കേച്ചേരി തലക്കോട്ടുകരയിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷകൾ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരന് ദാരുണാന്ത്യം. അമ്പലപുരം സ്വദേശി മുഹമ്മദാണ് മരിച്ചത്. പാലപ്പിള്ളി പുലിക്കണ്ണിയിൽ കാട്ടാനിറങ്ങി സോളാർ വേലി തകർത്തു. ടവർ പരിസരത്തെ വനാതിർത്തിയിൽ സ്ഥാപിച്ച സോളാർ വേലിയാണ് ആന തകർത്തത്. ചന്ദ്രാപിന്നി മേഖലയിൽ ജല അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 5 മാസം. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ. മറ്റത്തൂർ വാസുപുരത്ത് ജലസേചന വകുപ്പിന്റെ ക്വാർട്ടേഴ്സ് നശിക്കുന്നു. കെട്ടിടത്തിന്റെ ഓടുമഞ്ഞ മേൽക്കൂര ഏതു സമയം നിലം പൊത്താവുന്ന അവസ്ഥയിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ.